ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹമെന്ന തീരാവ്യാധിക്ക് ഒരു ശാശ്വത പരിഹാരം. പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ. 4 ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ECG, ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായ്. ഫോൺ 8589939335. ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരങ്ങൾ ഇനി മനോഹരമാകും. 20 കോടി രൂപ വിനിയോഗിച്ച് പൂർത്തിയാക്കുന്ന ഭാരതപ്പുഴ പുനരുജ്ജീവനത്തിനും സൗന്ദര്യവൽക്കരണത്തിനും തിങ്കളാഴ്ച തുടക്കമാകും. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. നിരവധി ആളുകൾ എത്തുന്ന ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് കൂടുതൽ ടൂറിസം സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നഗരസഭ മുൻമാസങ്ങളിൽ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. 20 കോടി രൂപയിൽ ആദ്യഘട്ടമായി 5 കോടി രൂപയുടെ പ്രവർത്തികളാണ് ആരംഭിക്കുന്നത്. ചെറുകിട ജലസേചന വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയുടെ ഒരു വശത്തുള്ള സംരക്ഷണ ഭിത്തി ഉയരത്തിൽ കെട്ടിപ്പൊക്കും. ഒരു വശം പൂട്ടുകെട്ടുകൾ വിരിച്ച നടപ്പാതകൾ, വൈകിട്ടെത്തുന്ന ആളുകൾക്ക് സമയം ചിലവിടാനായി ഭാരതപ്പുഴയോരത്ത് AMC തിയേറ്റർ എന്നിവയും നിർമ്മിക്കും. അതോടൊപ്പം ശാന്തി തീരത്തിന് മുന്നിലുള്ള ശ്മശാനം കടവ് നിലവിലുള്ളത് പൊളിച്ച് പുതിയത് നിർമ്മിക്കാനുമാണ് തീരുമാനം. ഇവിടങ്ങളിൽ കൂടുതൽ വൈദ്യുതി ലൈറ്റുകളും സ്ഥാപിക്കും. കഴിഞ്ഞ വേനൽക്കാലത്ത് ആരംഭിക്കേണ്ട നിർമ്മാണ പ്രവർത്തികൾ ചില സാങ്കേതിക പ്രശ്നങ്ങളാലാണ് വൈകിയത് എന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ഷൊർണൂർ നഗരസഭ മറ്റൊരു പ്രോജക്റ്റിനു കൂടി ഈ മാസം ആഗസ്റ്റ് മാസം 11 തുടക്കം കുറിക്കുകയാണ്. 20 കോടി രൂപയുടെ ഭാരതപ്പുഴ റിജുവിനേഷൻ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. അതിൽ ആദ്യത്തെ 5 കോടി നമുക്ക് ലഭ്യമായി. മൈനർ ഇറിഗേഷൻ ഏജൻസിയായി ആ വർക്ക് ടെൻഡർ ചെയ്ത് അവാർഡ് കൊടുത്ത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. അതിനെ തുടർന്ന് ആ പദ്ധതി നമ്മൾ ആഗസ്റ്റ് 11 12 മണി ഭാരതപ്പുഴയുടെ തീരത്ത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ P. മമ്മിക്കുട്ടി അവറുകൾ അധ്യക്ഷനും നമ്മുടെ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ മുഖ്യ അതിഥിയായിരിക്കും. അതുപോലെ തന്നെ കാലിക്കറ്റ് NIT ഡയറക്ടറായിട്ടുള്ള പ്രസാദ് കൃഷ്ണ, അവിടെ തന്നെയുള്ള പ്രൊഫസർ അമൃത, കിലയുടെ അർബൻ ചെയർ കില പ്രൊഫസർ അജിത് കാളിയത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരെല്ലാം ആ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണം, ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് കൂടിയാണ് ഈ വർഷം നഗരസഭ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി ഈ കാലയളവിൽ നിർവഹിക്കാൻ സാധിക്കുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനകത്ത് ആഗസ്റ്റ് 11 12 മണിക്ക് നമ്മുടെ നാട്ടിലെ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP, P. മമ്മിക്കുട്ടി MLA, നഗരസഭാധ്യക്ഷൻ MK ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുക്കും. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ.